ചേച്ചിയുടെ ഭർത്താവ് എന്നതിലുപരി രാഹുലിനെ സ്വന്തം സഹോദരനെപ്പോലെയാണ് രോഹിത് കണ്ടിരുന്നത്. രാഹുൽ ചതിച്ചത് എന്നെ മാത്രമല്ല, അവരെയും കൂടിയായിരുന്നു. ആ സത്യം മനസ്സിലായ നിമിഷം രോഹിത്തിന്റെ കണ്ണുകളിൽ ഞാൻ കണ്ടത് കടുത്ത ദേഷ്യവും വേദനയുമായിരുന്നു. വിശ്വാസവഞ്ചനയുടെ മുറിവ് എല്ലാവരെയും ഒരുപോലെ തകർത്തിരുന്നു. മറ്റെല്ലാത്തിനും അവകാശം പറയാൻ എല്ലാ പേരും മത്സരിക്കും. അവകാശികളില്ലാത്തതായി ഈ ലോകത്തിൽ ഒന്നേയുള്ളൂ: വേദനകൾ. നമ്മുടെ വേദനകൾ നാം തന്നെ അനുഭവിച്ചു തീർക്കണം. അതിനു മാത്രം അവകാശം പറയാൻ ആരും വരില്ല. അങ്ങനെ 2 ആഴ്ചകൾ കടന്നുപോയി. ഒടുവിൽ ഞാനൊരു തീരുമാനമെടുത്തു: ഡിവോഴ്സ്. പക്ഷേ അത് എൻ്റെ ഡിമാൻഡ് അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം. ആ തീരുമാനവുമായി ഞാൻ ഒരു ലോയറെ സമീപിച്ചു. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള, മെയിൻലി ഡിവോഴ്സ് കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ശക്തമായ നിലപാടുള്ള സുജാത മെഹ്റ. അവരെയായിരുന്നു എൻ്റെ കേസ് വാദിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തത്. കേസ് മുഴുവൻ ക്ഷമയോടെ കേട്ട ശേഷം നിയമപരമായി എനിക്ക് മുന്നിലുള്ള എല്ലാ സാധ്യതകളും അവർ വിശദമായി പറഞ്ഞു തന്നു. അവർ ശാന്തമായി എന്നെ നോക്കി പറഞ്ഞു: നോക്കൂ റിയ, നിങ്ങൾക്ക് മുന്നിൽ ഒന്നിലധികം ഓപ്ഷനുകളുണ്ട്. നിങ്ങളുടെ ഭർത്താവിന് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ കഴിയും. അതിനാവശ്യമായ എവിഡൻസ് നിങ്ങളുടെ കൈവശമുണ്ട്. അതിനാൽ നിങ്ങൾക്ക് കോൺടെസ്റ്റഡ് ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ കഴിയും. അതിന് കുറച്ച് സമയമെടുക്കും. കോടതിയിലെ നടപടികൾ നീളാനും സാധ്യതയുണ്ട്. പക്ഷേ നിയമപരമായി നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ ഒരു സെറ്റിൽമെന്റും നിങ്ങളുടെ അവകാശങ്ങളും ഉറപ്പാക്കാൻ അതിലൂടെ കൂടുതൽ സാധ്യതയുണ്ട്. അവരുടെ ഓരോ വാക്കുകളും ഞാൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ആ നിമിഷം അത് ഒരു നിയമോപദേശം മാത്രമായിരുന്നില്ല. എൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത അധ്യായം എങ്ങനെ എഴുതണമെന്ന് തീരുമാനിക്കാനുള്ള വഴികാട്ടിയായിരുന്നു. മ്യൂച്വൽ കോൺസെന്റ് ആണെങ്കിലോ? ഞാൻ ചോദിച്ചു. മിസ്സിസ് മെഹ്റ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു: അങ്ങനെയാണെങ്കിൽ നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തിയാകും. പക്ഷേ ഒരു കാര്യം ഓർക്കണം: സെറ്റിൽമെന്റ് തുക ഇരുകൂട്ടരും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടി വരും. മിക്ക കേസുകളിലും മ്യൂച്വൽ കോൺസെന്റിലൂടെ പോകുമ്പോൾ ഭാര്യയ്ക്ക് ലഭിക്കുന്ന സെറ്റിൽമെന്റ് തുക കോൺടെസ്റ്റഡ് ഡിവോഴ്സിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. ഞാൻ കുറച്ചുനേരം ആലോചിച്ചിരിക്കുമ്പോൾ അവർ വീണ്ടും സംസാരിച്ചു: ഒരു മൂന്നാമത്തെ ഓപ്ഷനുമുണ്ട്. ഞാൻ ആകാംക്ഷയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. ആദ്യം നിങ്ങൾ അവരുടെ ലോയറുമായി സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്യൂ. അവർ എന്താണ് ഓഫർ ചെയ്യുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കാം. ആ ഓഫർ നിങ്ങൾക്ക് തൃപ്തികരമാണെന്ന് തോന്നിയാൽ മ്യൂച്വൽ കോൺസെന്റിലൂടെ മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ഏതു സമയത്തും കോൺടെസ്റ്റഡ് ഡിവോഴ്സ് ഫയൽ ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ആ നിർദ്ദേശം എനിക്ക് യുക്തിസഹമായി തോന്നി. ഞാൻ വീട്ടിലെത്തി എല്ലാം കുടുംബാംഗങ്ങളുമായി വിശദമായി സംസാരിച്ചു. എല്ലാവരും ഒരേ അഭിപ്രായത്തിലായിരുന്നു. ആദ്യം അവർ എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. അതിനുശേഷം അടുത്ത തീരുമാനമെടുക്കാം. ഞാനും അതിനോട് യോജിച്ചു. അങ്ങനെ ഫാമിലിയുമായി വിശദമായി ആലോചിച്ച ശേഷം ഞാനൊരു തീരുമാനമെടുത്തു. ഇനി വികാരങ്ങളല്ല, നിയമമാണ് അവനോട് സംസാരിക്കേണ്ടത്. രാഹുലിന്റെ ലോയറും എൻ്റെ ലോയറും തമ്മിൽ സെറ്റിൽമെന്റിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു. കുറച്ചു ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ അവരുടെ കുടുംബത്തിന്റെ ആദ്യ ഓഫർ വന്നു: 17 ലക്ഷം രൂപ. അതോടൊപ്പം ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്ന ഫ്ലാറ്റ് എൻ്റെ പേരിലേക്ക് മാറ്റിക്കൊടുക്കാമെന്നും അവർ അറിയിച്ചു. ആ ഓഫർ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൂടെ ഒരു ചിന്ത മാത്രം കടന്നുപോയി: ഒരുപക്ഷെ അവന് ഈ വിവാഹം എത്രയും വേഗം അവസാനിപ്പിക്കണമായിരിക്കും. ഈ ബന്ധത്തെ അവൻ എത്രയും പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ ആഗ്രഹിക്കുന്നു. ഒടുവിൽ എല്ലാ നിബന്ധനകളിലും ധാരണയായി. രേഖകൾ തയ്യാറാക്കി. ഒപ്പിടേണ്ട ദിവസമെത്തി. അന്ന് രാവിലെ ഞാൻ ലോയറുടെ ഓഫീസിലെത്തി. കുറച്ചു നിമിഷങ്ങൾക്കു ശേഷം രാഹുലും അവിടെ എത്തി. ആ രാത്രിക്ക് ശേഷം ഇന്നാണ് ഞാൻ അവനെ ആദ്യമായി നേരിൽ കാണുന്നത്. ഒരു കാലത്ത് അവനെ കാണുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷത്തോടെ മിടിച്ചിരുന്നു. ഇന്ന് അതേ ഹൃദയം പൂർണ്ണമായും നിശബ്ദമായിരുന്നു. അവൻ എൻ്റെ മുന്നിലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മുന്നിൽ നിന്നത് ഒരിക്കൽ ഞാൻ ജീവനേക്കാൾ സ്നേഹിച്ച മനുഷ്യനല്ല, എൻ്റെ വിശ്വാസം തകർത്ത ഒരു അപരിചിതനായിരുന്നു. രാഹുലിനെ കണ്ട നിമിഷം തന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു.
അവൻ ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്നു. മുഖത്തെ പഴയ തിളക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. കണ്ണുകളിൽ ഉറക്കമില്ലാത്ത രാത്രികളുടെ അടയാളങ്ങൾ വ്യക്തമായിരുന്നു. പക്ഷേ എനിക്കവനോട് ഒരു ദയയും തോന്നിയില്ല. കാരണം എൻ്റെ ജീവിതം തകർത്തപ്പോൾ എൻ്റെ കണ്ണുകളിലുണ്ടായിരുന്ന കണ്ണീരും വേദനയും അവൻ കണ്ടിട്ടും അവന് ദയ തോന്നിയിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും രേഖകളിൽ ഒപ്പുവെച്ചു. എല്ലാം അവസാനിച്ചു. ഒന്നും മിണ്ടാതെ ഞാൻ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. റിയ, പിന്നിൽ നിന്ന് അവൻ്റെ ശബ്ദം കേട്ടു. ഞാൻ നിന്നു. പതിയെ തിരിഞ്ഞ് അവനെ നോക്കി. കുറച്ചു നിമിഷങ്ങൾ മിണ്ടാതിരുന്ന ശേഷം അവൻ പറഞ്ഞു, ഐ എം സോറി. അതായിരുന്നു അവൻ പറഞ്ഞ ഏക വാക്ക്. എനിക്ക് ആ വാക്ക് കേട്ടപ്പോൾ ഒരു വികാരവും തോന്നിയില്ല. കാരണം അത് അവനെപ്പോലെ തന്നെ പൊള്ളയായ ഒരു വാക്കായിരുന്നു. ഞാൻ ശാന്തമായി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, എന്നോട് സോറി പറയേണ്ട കാര്യം തന്നെയാണ് നീ എന്നോട് ചെയ്തത്. അതുകൊണ്ട് നീ മാപ്പ് ചോദിക്കേണ്ടതുമാണ്. പക്ഷേ ഒരു കാര്യം മാത്രം ഓർത്തുവെക്കൂ. ഞാൻ ഒരു നിമിഷം നിർത്തി. നിനക്ക് ഞാൻ ഒരിക്കലും മാപ്പ് തരില്ല. അത്രയും പറഞ്ഞ് ഞാൻ തിരിഞ്ഞ് വേഗത്തിൽ നടന്നു. ഒരിക്കൽ പോലും പിന്നിലേക്ക് നോക്കിയില്ല. ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല കഠിനമായ വെയിലായിരുന്നു. ചുട്ടുപൊള്ളുന്ന മെയ് മാസത്തെ ഉച്ചവെയിൽ. പക്ഷേ ആ വെയിലിൽ പോലും എനിക്ക് സുഖമായി തോന്നി. വർഷങ്ങളോളം ഇരുണ്ടതും ശ്വാസം മുട്ടിക്കുന്നതുമായ ഒരു മുറിക്കുള്ളിൽ കുടുങ്ങിക്കിടന്ന ഒരാൾ പെട്ടെന്ന് വെളിച്ചത്തിലേക്ക് ഇറങ്ങി വന്നാൽ എന്തനുഭവമായിരിക്കും? അതുപോലെയായിരുന്നു എനിക്ക് തോന്നിയത്. അത് ഒരു ഡിവോഴ്സിന്റെ അവസാനം മാത്രമായിരുന്നില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായം അവസാനിച്ച് വെളിച്ചത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പായിരുന്നു അത്. ഒടുവിൽ ഡിവോഴ്സ് ഔദ്യോഗികമായും നിയമപരമായും പൂർത്തിയായി. ആ ദിവസത്തോടെ ഞാൻ വീണ്ടും റിയ ശർമ്മയായി. റിയ വർമ്മ എന്ന പേര് എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മാഞ്ഞുപോയി. ഒരു വട്ടം ചുറ്റി എൻ്റെ ജീവിതം വീണ്ടും ആരംഭിച്ച സ്ഥലത്ത് തന്നെ എത്തി നിന്നു. പക്ഷേ ഞാൻ പഴയ റിയയായിരുന്നില്ല. ഒരു കാലത്ത് എല്ലാവരെയും വിശ്വസിച്ചിരുന്ന, സ്വപ്നലോകത്ത് ജീവിച്ചിരുന്ന, സ്നേഹത്തിന് മാത്രം വില കൊടുത്തിരുന്ന ആ നിഷ്കളങ്കയായ റിയ അന്നേ മരിച്ചിരുന്നു. ഇത് പുതിയ റിയയായിരുന്നു. ശക്തയായ റിയ. പ്രായോഗികമായി ചിന്തിക്കാൻ പഠിച്ച റിയ. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ച, ആരുടെയും തണലിലല്ലാതെ ജീവിക്കാൻ കഴിയുന്ന സ്വതന്ത്രയായ റിയ. ഡിവോഴ്സ് കഴിഞ്ഞ് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു വാർത്ത ഞാൻ അറിഞ്ഞത്. രാഹുലും നേഹയും വിവാഹിതരായിരിക്കുന്നു. വലിയ ആഘോഷങ്ങളൊന്നുമില്ല, ആഡംബരമില്ല. അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത ലളിതമായ കോടതി വിവാഹം. ആ വാർത്ത കേട്ടപ്പോൾ എനിക്കെന്താണ് തോന്നിയതെന്നറിയാമോ? സത്യം പറഞ്ഞാൽ ഒന്നും തോന്നിയില്ല. മറ്റാരുടെയോ ജീവിതകഥ കേൾക്കുന്നത് പോലുള്ള ഒരു തോന്നൽ മാത്രം. ഒരിക്കൽ എൻ്റെ ലോകം മുഴുവനായിരുന്ന ആ 2 മനുഷ്യരും ഇപ്പോൾ എനിക്ക് പൂർണ്ണമായും അപരിചിതരായിരുന്നു. എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മമ്മി പതിയെ ചോദിച്ചു, റിയ, ആർ യു ഓക്കേ? ഞാൻ ചെറുതായി പുഞ്ചിരിച്ചു. എനിക്കെന്താണ് പ്രശ്നം മമ്മി? അവർ അവരുടെ ജീവിതം ജീവിക്കുന്നു, ഞാൻ എൻ്റെ ജീവിതവും. ആ വാക്കുകൾ പറയുമ്പോൾ എനിക്ക് മനസ്സിലായി, അത് വെറും മറുപടിയായിരുന്നില്ല. ഞാൻ യഥാർത്ഥത്തിൽ മുന്നോട്ട് നടന്നു തുടങ്ങിയതിൻ്റെ തെളിവായിരുന്നു അത്. ഒരുപക്ഷേ ആ വാർത്ത എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ ഒരു ചെറിയ നീറ്റലുണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ആ വികാരത്തെ എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ഞാൻ അനുവദിച്ചില്ല. കഴിഞ്ഞ കാലത്തിൻ്റെ നിഴലിൽ ജീവിച്ചാൽ വർത്തമാനം നഷ്ടമാകുമെന്ന് ഞാൻ പഠിച്ചിരുന്നു. അങ്ങനെ ജീവിതം പതിയെ മുന്നോട്ടു നീങ്ങി. ഞാൻ എൻ്റെ മുഴുവൻ ശ്രദ്ധയും വീണ്ടും ജോലിയിലേക്ക് തിരിച്ചു. എൻ്റെ സ്കൂൾ, എൻ്റെ കുട്ടികൾ, അവരായിരുന്നു എൻ്റെ പുതിയ ലോകം. എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ എന്നും ഇഷ്ടമായിരുന്നു. അവരുടെ കളിയും ചിരിയും നിഷ്കളങ്കമായ ചോദ്യങ്ങളും എന്നിലെ തകർന്നുപോയ പല ഭാഗങ്ങളെയും പതിയെ സുഖപ്പെടുത്താൻ തുടങ്ങി. ചില മുറിവുകൾക്ക് മരുന്ന് ആവശ്യമില്ല. കുറച്ച് ആത്മാർത്ഥമായ പുഞ്ചിരികൾ മാത്രം മതി. ഓരോ ദിവസവും ആ കുഞ്ഞുങ്ങൾ അറിയാതെ തന്നെ എൻ്റെ മനസ്സിനെ ഹീൽ ചെയ്തുകൊണ്ടിരുന്നു. വാരാന്ത്യങ്ങളിൽ മിക്കപ്പോഴും ഞാൻ പപ്പയുടെയും മമ്മിയുടെയും അടുത്തേക്ക് പോകുമായിരുന്നു. അവരോടൊപ്പം സമയം ചെലവഴിക്കുമായിരുന്നു. ഒരുമിച്ച് ചായ കുടിക്കും, പഴയ കാര്യങ്ങൾ പറഞ്ഞു ചിരിക്കും. വൈകുന്നേരങ്ങളിൽ നടക്കാൻ പോകും.
ഒരിക്കൽ ഞാൻ അവരെ ആശ്രയിച്ചിരുന്ന മകളായിരുന്നു. ഇപ്പോൾ അവർ എന്നെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന മനുഷ്യരായി മാറിയിരുന്നു. ജീവിതം പഴയ പോലെ ആയിരുന്നില്ല, പക്ഷേ അത് വീണ്ടും മനോഹരമാകാൻ തുടങ്ങിയിരുന്നു. ജീവിതം പതിയെ വീണ്ടും സാധാരണ നിലയിലേക്ക് മടങ്ങിവരികയായിരുന്നു. വീട്ടിലാകെ സന്തോഷത്തിന്റെ തിരക്കായിരുന്നു. രോഹിത്തിന്റെ വിവാഹ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയായിരുന്നു. അവന് വർഷങ്ങളായി സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. രണ്ട് കുടുംബങ്ങളുടെയും സമ്മതത്തോടെ ആ ബന്ധം വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു. ഒരിക്കൽ എൻ്റെ വിവാഹത്തിനായി ആവേശത്തോടെ ഓടി നടന്ന അതേ വീട്ടിൽ ഇപ്പോൾ രോഹിത്തിന്റെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളായിരുന്നു. ഞാനും ആ സന്തോഷത്തിന്റെ ഭാഗമായിരുന്നു. വീട്ടിൽ വീണ്ടും ചിരികൾ മടങ്ങിയെത്തിയിരിക്കുന്നു. പക്ഷേ ഒരു ദിവസം എൻ്റെ ഏറ്റവും മോശം സ്വപ്നങ്ങളിൽ പോലും ഞാൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം സംഭവിച്ചു.